സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീരിക്കും. ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. ഞാൻ ഇതിൻ്റെ ഒരു ചില ചരിത്ര സംഭവത്തിലേക്ക് പോവുകയാണ്. സ്വർഗവും ഭൂമിയും അവിടെ നടന്ന ചില സംഭവങ്ങളെയും കൊണ്ടുവരികയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ശ്രദ്ധിച്ചിരിക്കുക. എന്താ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഹല്ലേലൂയ സർവശക്തനായ ദൈവത്തിന് നമ്മളുടെ സഹായം എന്ന വാക്ക് ഞാൻ ഇൻവേർട്ടർ കോമയിൽ ഉപയോഗിക്കുകയാണ്, ആവശ്യമായി വരുന്നതിൻ്റെ കാരണം എന്താണ്? സ്വർഗാദി സ്വർഗങ്ങളെയും സകല മനുഷ്യരെയും സൃഷ്ടിച്ച ദൈവത്തിന്, കഴുതയിലൂടെ സംസാരിച്ച ദൈവത്തിന്, കോഴിയെ കൂക്കിക്കൊണ്ട് പത്രോസിനെ മാനസാന്തരപ്പെടുത്തിയ ദൈവത്തിന്, ഹല്ലേലൂയ ചെങ്കടലിനെ മുറിച്ച ദൈവത്തിന്, സിംഹത്തിൻ്റെ വായടച്ച ദൈവത്തിന്, കാക്കയോട് കൽപ്പിച്ച ദൈവത്തിന്, പ്രിയപ്പെട്ട ദൈവജനമേ പ്രവാചകനെ മുടിക്ക് പിടിക്കാൻ മാലാഖയെ അയച്ച ദൈവത്തിന്, ഹല്ലേലൂയ ഫിലിപ്പോസിനെ സഹായിച്ച ദൈവത്തിന് എന്തിന് നമ്മുടെ സഹായം ആവശ്യമാണ്? വെള്ളത്തെ വീഞ്ഞാക്കിയ ദൈവത്തിന്, മരിച്ചവരെ ഉയർപ്പിച്ച ദൈവത്തിന് സുവിശേഷം പ്രസംഗിക്കാൻ നാം എന്തിന്? മാലാഖമാർ പോരെ? അല്ലെങ്കിൽ ദൈവത്തിന് അത്യുന്നത ശക്തി പോരെ? ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ഹല്ലേലൂയ ഒത്തിരി സ്വർഗീയമായ കാര്യങ്ങളും രഹസ്യങ്ങളും ഇതിൻ്റെ പുറകിലുണ്ട്. മുഴുവൻ ചുരുൾ നിവർത്താൻ്റെ ആവശ്യമില്ല, നമുക്കറിയാവുന്നതുകൊണ്ട്. എങ്കിലും നമ്മളൊന്ന് തൊട്ട് തലോടി പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അത്യുന്നതൻ, അവൻ സ്വർഗം മാലാഖമാരെ എല്ലാം സൃഷ്ടിച്ച സംഭവം നമുക്കറിയാം. ഹല്ലേലൂയ. കൊളോസോസിലെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ 14-15 വാക്യങ്ങൾ ഇതെല്ലാം പറയുന്നുണ്ട്. വീണ്ടും നമുക്കറിയാം, ലൂസിഫറിനെ ദൈവം സൃഷ്ടിച്ചു. പ്രകാശത്തെ വഹിക്കുന്നവനായി അത്യുന്നത തേജസ്സിൽ എല്ലാ ജ്ഞാനത്തോടും സൗന്ദര്യത്തോടും കൂടെ ഒരു ഉന്നത മാലാഖയായി ഹല്ലേലൂയ കെരൂബുകളെ കെരൂബിൻ്റെ കാവൽ ഹല്ലേലൂയ ശുശ്രൂഷ ലഭിക്കത്തക്ക രീതിയിലുള്ള ഉന്നതനായ ഒരു ദൈവദൂതനായി ആരെ ദൈവം സൃഷ്ടിച്ചു? ലൂസിഫറിനെ ദൈവം സൃഷ്ടിച്ചു. എസെക്കിയേൽ പ്രവചനം 28-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലും, ഏശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലും നമുക്ക് ഈ വിവരണം കാണാൻ സാധിക്കും. ഒരിക്കൽ കൂടെ വചനം പറയുകയാണ്. എസെക്കിയേൽ 28-ന്റെ 12 മുതൽ 18 വരെയും, ഏശയ്യാ പ്രവചനം 14-ന്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നാം ഇത് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ദൈവം അത്യുന്നതനായി വളരെ സുന്ദരനും സുമുഖനുമായി മനോഹരനായി ഹല്ലേലൂയ എല്ലാത്തിനും ഉന്നതനായി ലൂസിഫറിനെ സൃഷ്ടിക്കുകയാണ്. നമുക്കറിയാം ലൂസിഫറിന് എന്ത് സംഭവിച്ചു. പിന്നീട് ദൈവത്തിൻ്റെ സിംഹാസനത്തോടൊപ്പമോ അതിന് ഉപരിയായും തൻ്റെ സിംഹാസനം സ്ഥാപിക്കാനും ദൈവത്തെ പോലെ ആകാനുമുള്ള ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമായി ദൈവം നിക്ഷേപിക്കാത്തൊരു ആഗ്രഹത്തെ മനസ്സിൽ ഉൽപ്പാദിപ്പിച്ച് അതിനെ വളർത്തി അതിന് ദൈവത്തിന് സമനാകാനുള്ള ശ്രമം ലൂസിഫർ ഉണ്ടായ നിമിഷം അവൻ്റെ സ്ഥാനത്ത് നിന്ന് നീക്കപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂസിഫർ അവൻ്റെ സ്ഥാനത്തു നിന്നും എല്ലാ അധികാരങ്ങളും നഷ്ടമായി നീക്കപ്പെട്ടു. പക്ഷെ ദൈവം അവന് കൊടുത്ത കഴിവുകളൊന്നും തിരിച്ചെടുത്തില്ല. ദൈവം സാധാരണ അങ്ങനെയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, എന്തുകൊണ്ടാണ് ചീത്ത പറയുന്ന ഒരാളുടെ സംസാരശേഷി നഷ്ടമാകാത്തത്? ദൈവം സാധാരണ രീതിയിൽ ഒരാൾക്ക് കൊടുക്കുന്ന കഴിവുകളൊന്നും തിരിച്ചെടുക്കാറില്ല. സാധാരണ രീതിയിൽ. ഹല്ലേലൂയ.
പക്ഷേ സ്ഥാനവും അധികാരവും നഷ്ടപ്പെടും. സാവൂളിന് ദൈവം എന്ത് കൊടുത്തിരുന്നു? അധികാരം കൊടുത്തു. പക്ഷേ എന്ത് ചെയ്യും സംഭവിച്ചു? അധികാരം നഷ്ടമായി. അപ്പോൾ ദൈവം നൽകുന്ന കൃപകൾ, വരങ്ങൾ, കഴിവുകളൊന്നും ദൈവം തിരിച്ചെടുക്കാറില്ല. പക്ഷേ സ്ഥാനം അഥവാ അധികാരം ദൈവം എടുത്തു കളയാറുണ്ട് ലംഘനം സംഭവിക്കുമ്പോൾ. സൂക്ഷിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ലൂസിഫറിന് എന്ത് നഷ്ടമായി? അധികാരവും സ്ഥാനവും നഷ്ടമായി, എന്നാൽ കഴിവുകളൊന്നും നഷ്ടമായില്ല. അവൻ്റെ സ്ഥാനം നഷ്ടമായി. അവനെ ഇപ്പോൾ എന്തായി മാറി? നാം പൊതുവായി അറിയപ്പെടുന്ന പോലെ ഇപ്പോൾ അവൻ എന്തായി വിളിക്കപ്പെടുന്നു? പിശാച് അഥവാ സാത്താൻ എന്ന് വിളിക്കപ്പെടുന്നു. അന്ധകാര ശക്തികളുടെ രാജാവ് എന്നവൻ വിളിക്കപ്പെടുന്നു. തിന്മയുടെ ആൾരൂപം എന്നവൻ വിളിക്കപ്പെടുന്നു. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ശത്രു എന്നവൻ വിളിക്കപ്പെടുന്നു. ദൈവദൂഷകൻ എന്നവൻ വിളിക്കപ്പെടുന്നു. മനുഷ്യൻ്റെ എല്ലാ നന്മകൾക്കുമെതിരെ പ്രവർത്തിക്കുന്നവൻ എന്നവൻ വിളിക്കപ്പെടുന്നു. ഒറ്റവാക്കിൽ പറഞ്ഞാൽ മോഷ്ടിക്കുന്നവനും കൊല്ലുന്നവനും നശിപ്പിക്കുന്നവനുമെന്ന് ആര് വിളിക്കപ്പെടുന്നു? സാത്താൻ വിളിക്കപ്പെടുന്നു. ദൈവം, ഹല്ലേലൂയ, പിന്നീട് ആരെ സൃഷ്ടിക്കുന്നു? മനുഷ്യനെ സൃഷ്ടിക്കുന്നു. ദൈവത്തിൻ്റെ അതേ ഛായയിലും സാദൃശ്യത്തിലും മാലാഖമാരെക്കാൾ സ്വല്പം താഴ്ത്തി, അത് ഒരു പ്രത്യേകമായ സ്വർഗീയ മണ്ഡലത്തിലെ ഒരവസ്ഥയ്ക്ക് സ്വല്പം താഴ്ത്തി മർത്യരൂപം കൊടുത്ത ആ വിഷയത്തിൽ മാത്രമേ ഉള്ളൂ മാലാഖയേക്കാൾ മനുഷ്യൻ താഴെയുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളിലും മാലാഖമാരെക്കാൾ ഉന്നതിയാണ് ആര്? ഒരു മനുഷ്യൻ. ഹല്ലേലൂയ. മർത്യരൂപത്തിൽ ദൈവം ആരെ സൃഷ്ടിച്ചു? മനുഷ്യനെ സൃഷ്ടിച്ചു. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിൽ ദൈവം അവനെ ആക്കി. ദൈവം അവനെ ഭൂമിയിൽ അധിവസിപ്പിച്ചു. 2-3 പ്രത്യേക കാരണങ്ങളുണ്ട്. അത് 1-2 കാരണങ്ങൾ മാത്രം പറയട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവം വളരെ ഗൗരവത്തോടെ പറയുന്നത് പോലെ സന്താന പുഷ്ടിയുള്ളവരായ, അതായത് മാലാഖമാർക്ക് കൊടുക്കാത്ത ഒരു കഴിവിനെ ദൈവം ആർക്ക് കൊടുത്തു? മനുഷ്യന് കൊടുത്ത് ദൈവത്തിനു വേണ്ടി നഷ്ടമായ മാലാഖമാർക്ക് പകരം നിൽക്കുവാനും, ഹല്ലേലൂയ, സ്വർഗത്തിൽ ഉന്നതമായ ദൈവസ്തുതിയുടെ കീർത്തനം ഉയരുന്ന ആത്മാക്കളെ കൊണ്ട് നിറയ്ക്കാനും വേണ്ടി ദൈവം മനുഷ്യനോട് പറഞ്ഞെന്ത്? സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. ഹല്ലേലൂയ. അപ്പോൾ വർദ്ധിക്കുന്ന ഒരു നിയമം, വർദ്ധിക്കാനുള്ള ഒരു നിയമം ദൈവം ആരും നിക്ഷേപിച്ചു? മനുഷ്യനെ നിക്ഷേപിച്ചു. അതുകൊണ്ട് നാം വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമാണ്. പുതിയ നിയമത്തിൽ എങ്ങനെയാണ് വർധനവുണ്ടാകുന്നത്? ലോകമെങ്ങും പോയി സകല ജനതകളോടും സുവിശേഷം പ്രസംഗിക്കുക. അപ്പോൾ എന്തുണ്ടാകും? വർധനവുണ്ടാകും. എന്തുണ്ടാകും? വർധനവുണ്ട്. ദൈവത്തിന് 2 സ്ഥാപനമേ ഭൂമിയിലുള്ളൂ, കുടുംബവും തിരുസഭയും. ദൈവത്തിന് 2 സ്ഥാപനങ്ങളെ ഭൂമിയിലുള്ളൂ, കുടുംബവും തിരുസഭയും. കുടുംബം എന്തിനു വേണ്ടി ദൈവം സ്ഥാപിച്ചു? വർദ്ധിക്കാനായിട്ട്. തിരുസഭ ദൈവം എന്തിനു വേണ്ടി സ്ഥാപിച്ചു? വർദ്ധിപ്പിക്കാനായിട്ട്. 2ൻ്റെ ലക്ഷ്യം ഒന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാതാവും പിതാവുമായി ദമ്പതികളായി നിന്ന് കുടുംബത്തിൽ വർധനവും, ഹല്ലേലൂയ, പ്രിയപ്പെട്ട ദൈവജനമേ, തിരുസഭയിൽ പരിശുദ്ധാത്മാവുമായി ചേർന്ന് നിന്ന് വചനമാകുന്ന വിത്ത് വിതച്ച് സ്വർഗത്തിലേക്ക്, സ്വർഗപിതാവിൻ്റെ ഭവനത്തിലേക്ക് മക്കളെ ജനിപ്പിക്കുന്ന ആത്മീയ വർധനവിൻ്റെ ശുശ്രൂഷ. 2ഉം വർധനവിൻ്റെ നിയമമാണ്. ദൈവത്തിന് വർധനവിൻ്റെ നിയമമേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ കുടുംബത്തിൽ വിവാഹം എന്ന കുദാശയിലൂടെയുള്ള വർധനവും അതും സ്വർഗം നിറയ്ക്കാൻ വേണ്ടിയാണ്, ഭൂമിയെ നിറയ്ക്കാൻ വേണ്ടിയാണ്. ഒപ്പം ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ഹല്ലേലൂയ ദൈവവചനമാകുന്ന വിത്ത് വിതറി സ്വർഗത്തെ നിറയ്ക്കുന്ന ഒരു ആത്മീയ ശുശ്രൂഷയും. സ്വർഗപിതാവിൻ്റെ ഭവനം, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. എല്ലാ വാസസ്ഥലങ്ങളും നിറയ്ക്കുന്ന നിറവിൻ്റെ ശുശ്രൂഷ, വർധനവിൻ്റെ ശുശ്രൂഷ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടൊരു ആത്മീയ വന്ധ്യംകരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഹല്ലേലൂയ. വിവാഹ ജീവിതം നയിക്കുന്നവരാകട്ടെ, സന്യാസ ജീവിതം നയിക്കുന്നവരാകട്ടെ, വേർതിരിക്കപ്പെട്ട പ്രത്യേകമായ ദൈവവിളിയുള്ളവരാകട്ടെ, പൊതു ദൈവവിളിയുള്ളവരാകട്ടെ, ആത്മീയ വന്ധ്യംകരണം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. സുവിശേഷം പ്രസംഗിച്ച് ദൈവഭവനത്തിലേക്ക് മക്കളെ ജനിപ്പിച്ചേ മതിയാവുകയുള്ളൂ. പ്രിയപ്പെട്ട ദൈവജനമേ, സ്വർഗം നിറയ്ക്കാൻ വേണ്ടി ദൈവം നമ്മെ പൊതുവിളിയാലും പ്രത്യേക വിളിയാലും ദൈവം നമ്മളെ വേർതിരിച്ചിരിക്കുന്നു, മാറ്റി നിർത്തിയിരിക്കുന്നു എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് ആത്മീയ വന്ധ്യീകരണം പാപമാണ്. എന്തെല്ലാം കാരണമുണ്ടായാലും ആത്മീയ കുടുംബാസൂത്രണം ഉണ്ടാകാൻ പാടില്ല. ഹല്ലേലൂയ,
സ്വർഗം ദൈവപിതാവിൻ്റെ ഭവനം, അവൻ്റെ വാസസ്ഥലം നിറച്ചേ മതിയാവുകയുള്ളൂ. അതിനുള്ള എല്ലാ തടസ്സങ്ങളെയും നമ്മൾ അതിജീവിച്ചേ മതിയാവുകയുള്ളൂ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കുടുംബത്തിലെ വന്ധ്യത നമ്മൾ അത് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ എങ്കിൽ ആത്മീയ ശുശ്രൂഷയിലെ വന്ധ്യത മാറാനും നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ആത്മീയ ശുശ്രൂഷയിലെ എല്ലാ തരത്തിലുള്ള ഹല്ലേലൂയ പ്രിയപ്പെട്ട ദൈവജനമേ, വന്ധ്യതകളും ഷണ്ണത്വങ്ങളും മാറിയേ മതിയാവുകയുള്ളൂ. എല്ലാ തരത്തിലുള്ള ഹല്ലേലൂയ അലസിപ്പോക്കലുകളും മാറിയേ മതിയാവുകയുള്ളൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ജീവൻ കൊണ്ട് നിറയ്ക്കാനായി, ജീവൻ നൽകുന്നവരാക്കി മാറ്റാനായി ആഗ്രഹിക്കുന്നു എന്ന് തിരിച്ചറിയുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ തിരിച്ചു വരികയാണ്. അങ്ങനെ ദൈവം ഭൂമിയിൽ മനുഷ്യനെ ആക്കി, ഭൂമിയെ നിറയ്ക്കാനും സ്വർഗത്തെ നിറയ്ക്കാനും വേണ്ടിയിട്ട്, ഹല്ലേലൂയ, ദൈവരാജ്യം പണിയാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം ആദാമിനോടെല്ലാം പറഞ്ഞു വെച്ചു. ഈ സമയത്താണ് എന്ത് അറിയുന്നത്? ഈ സ്വർഗീയ ഇടങ്ങളിൽ പ്രസ്താവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഗ്രഹിക്കാൻ ആർക്ക് സാധിക്കും? പിശാചിന് പറ്റും. 2 കാരണങ്ങളാൽ, 2 അല്ലെങ്കിൽ 3 കാരണങ്ങളാൽ. ഒന്ന്, പിശാച് ഒരിക്കലും ഓംനി പ്രസൻ്റ് അല്ല, സർവ്വവ്യാപി അല്ല. ഹല്ലേലൂയ. പക്ഷേ അവൻ്റെ ആ പ്രത്യേകത കൊണ്ട്, അവൻ്റെ രാജ്യത്തിൻ്റെ പ്രത്യേകത കൊണ്ട് സർവ്വവ്യാപിയുടെ ഒരു സകല കാര്യങ്ങളും അവന് പ്രാപിച്ചെടുക്കാൻ പറ്റും. സർവ്വവ്യാപി അല്ലെങ്കിലും സർവ്വവ്യാപി ആകുന്നത് പോലെയുള്ള ചില കാര്യങ്ങൾ അവന് പ്രാപിച്ചെടുക്കാനായിട്ട് സാധിക്കും. എന്തുകൊണ്ട്? ഒന്ന്, അവൻ്റെ രാജ്യം വളരെ സംഘടിതമാണ്. അതിൻ്റെ നെറ്റ്വർക്ക്, അതിൻ്റെ ശൃംഖലയെല്ലാം വളരെ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. സ്വർഗവും ഭൂമിയും വ്യാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു ഹൈറാർക്കി അവനുണ്ട്. ഹല്ലേലൂയ. ഒരു അധികാര ശ്രേണി അവനുണ്ട്. ഏറ്റവും ഉന്നത സ്ഥാനത്ത് സ്വർഗീയ ആത്മീയ മണ്ഡലത്തിൽ ദൈവമായിരിക്കുകയും തൊട്ടു താഴെ ഹല്ലേലൂയ പ്രിയപ്പെട്ട ദൈവജനമേ മുഖ്യദൂതന്മാരും പിന്നീട് ദൂതന്മാരുമൊക്കെ ഉണ്ടായിരിക്കുന്നത് പോലെ തന്നെ അവൻ്റെ രാജ്യത്ത് അദൃശ്യമായ സാത്താനിക അന്ധകാര രാജ്യത്തിൻ്റെ അധിപനായി സാത്താനും തൊട്ടു താഴെ അവനോട് കൂടെ ചേർന്ന വീണുപോയ മാലാഖമാരുമുണ്ട്. അപ്പോൾ വീണുപോയ മാലാഖമാർ വീഴുന്നതിന് മുമ്പ് സ്വർഗീയ മണ്ഡലത്തിൽ ഏത് റാങ്കാണോ, സ്ഥാനമാണോ ഉണ്ടായിരുന്നത്, അതേ റാങ്കിൽ അവരിപ്പോൾ ആരുടെ കൂടെയുണ്ട്? പിശാചിൻ്റെ കൂടെ, സാത്താൻ്റെ ആധിപത്യത്തിന് കീഴിലുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് അങ്ങനെയുള്ള നമ്മൾ വായിച്ചിട്ടില്ല, ദാനിയേലിന്റെ പുസ്തകത്തിൽ വായിക്കുന്നില്ലേ, പേർഷ്യയുടെ ദൂതൻ, ഹല്ലേലൂയ, ഗ്രീസിൻ്റെ ദൂതൻ വായിച്ചിട്ടില്ല നമ്മൾ. ഹല്ലേലൂയ എന്ന് പറയുന്നത് പോലെ ദേശാധിപതികളും പ്രിയപ്പെട്ട ദൈവജനമേ പ്രിൻസിപ്പാലിറ്റീസും ആധിപത്യങ്ങളുമെല്ലാം അവൻ്റെ കീഴിലുണ്ട് എന്ന് തിരിച്ചറിയുക. നമ്മൾ എഫേസസ് ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. 10-12 വാക്യങ്ങളിൽ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ആധിപത്യങ്ങളും ഹല്ലേലൂയ ദേശാധിപതികളുമൊക്കെ ഉള്ള ഭരണകർത്താക്കളുള്ള ഈ സാത്താനിക സാമ്രാജ്യം വ്യാപിച്ചിരിക്കുന്നു ലോകം മുഴുവനും. അതുകൊണ്ട് അവന് എല്ലാ കാര്യങ്ങളും ഗ്രഹിക്കാനായിട്ട് സാധിക്കും. എല്ലാവരും അവന് റിപ്പോർട്ട് ചെയ്യും, ഉന്നത സ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യും. നമുക്കറിയാം, ഒരു ഇടവകയിലെ സംഭവം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ വേണമെങ്കിൽ വത്തിക്കാനിൽ മാർപ്പാപ്പയ്ക്ക് അറിയാൻ പറ്റും. എങ്ങനെ? അതിൻ്റെ സിസ്റ്റം, അതിൻ്റെ ക്രമം അങ്ങനെ ആയതുകൊണ്ട് അല്ലേ. ഏറ്റവും ഉന്നതിയിലിരിക്കുന്ന വ്യക്തിക്ക് ഇപ്പം കോട്ടയത്തെ ഒരു സാധാരണ ഇടവകയിൽ നടക്കുന്ന കാര്യം അറിയണമെങ്കിൽ അറിയാനും അറിയിക്കാനും പറ്റും. പോപ്പ് എടുക്കുന്ന ഒരു തീരുമാനത്തെ വളരെ രഹസ്യമായി ഹല്ലേലൂയ ഒരു ഇടവക വികാരിയെയോ ഇടവകയിലെ കുടുംബങ്ങളെയോ അറിയിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു അധികാര ശ്രേണി സഭയിലുള്ളത് കൊണ്ട്. എന്ന് പറഞ്ഞ പോലെ സാത്താനികമായ ഒരു അധികാര ശ്രേണി അവനുണ്ട് എന്ന് തിരിച്ചറിയുക. ഞാനിത് പറയുന്നത് ഹല്ലേലൂയ നമ്മൾ ഇത് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ മറുവശം ദൈവരാജ്യത്തിൻ്റെയും ശക്തിയും അതിൻ്റെ ഓജസ്സും തേജസ്സും മനസ്സിലാക്കാനും ശത്രുവിൻ്റെ ഉപായങ്ങളെ അതിജീവിക്കുന്ന ഒരു ശുശ്രൂഷയെ തുറക്കാനും അതിനെ പ്രവർത്തിപ്പിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ പിശാച് അസൂയയോടെ മനുഷ്യനെ നോക്കുകയും ഇവൻ ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഒന്ന്. രണ്ടാമത്, പ്രിയപ്പെട്ട ദൈവജനമേ, ബുദ്ധിമാനായ സാത്താൻ ഒരു കാര്യം മനസ്സിലായി. അധികം കഷ്ടപ്പെടാതെ എനിക്ക് ഭൂമിയുടെ ആധിപത്യം എടുക്കാൻ സാധിക്കും എന്ന് സാത്താന് മനസ്സിലായി. എങ്ങനെ? ഹല്ലേലൂയ. ശ്രദ്ധിച്ചിരിക്കണം, ഒന്ന് ശ്രദ്ധിച്ചിരുന്നേ. ഇപ്പം എല്ലാ കഴിവുകളും ആരുടെ മേലുണ്ട്? ആർക്കുണ്ട്? സാത്താനുണ്ട്. ദൈവം തിരിച്ചെടുക്കാത്തതുകൊണ്ട്. പക്ഷെ എന്തില്ല? അധികാരമില്ല. ദൈവം ഭൂമിയുടെ മേൽ ഭരണം നടത്താൻ ആർക്ക് അധികാരം കൊടുത്തു? ആദാമിന് അധികാരം കൊടുത്തു. ഇപ്പം ആദാമിന് എന്തുണ്ട്?
ഭൂമിയുടെ മേൽ അധികാരമുണ്ട്. ആദാമിന് സ്ഥാനമുണ്ട്, അധികാരമുണ്ട്. ആദാം എങ്ങനെയാണ് കാര്യങ്ങൾ നിർവഹിക്കുന്ന ഭൂമിയിൽ? ആദാമിന് കാര്യങ്ങൾ നിർവഹിക്കേണ്ടി വരുമ്പോൾ എന്തു ചെയ്യും? പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വരും, അവനെ ശക്തിപ്പെടുത്തും. ഹല്ലേലൂയ. ദൈവം അവനോട് പറഞ്ഞു, ഭൂമിയിലെ സകല മൃഗങ്ങൾക്ക് നീ, ജന്തുക്കൾക്ക് നീ പേരിടണം. അവൻ പേരിട്ടു. ആര് പേരിട്ടു? ആദാം പേരിട്ടു. ആരുടെ സഹായത്താൽ? ദൈവത്തിൻ്റെ സഹായത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ അവൻ പേരിട്ടു. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ എപ്പോഴും നാം കാണുന്ന പ്രഖ്യാപനമുണ്ട്, ഒരു ദൈവവചനമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ എഴുന്നള്ളി വന്നു. അപ്പോൾ പഴയ നിയമത്തിൽ ഏതൊരു വിശ്വാസിയുടെ മേലും ആര് വരും? പരിശുദ്ധാത്മാവ് വരും. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസിയുടെ മേൽ പഴയ നിയമത്തിൽ വരികയും ദൈവഹിതം ഈ പരിശുദ്ധാത്മാവിൻ്റെ കഴിവിനാൽ അവൻ ചെയ്യുകയും ചെയ്യും. കഴിവ് ആര് കൊടുക്കും? പരിശുദ്ധാത്മാവ്. അധികാരം ആര് കൊടുത്തു? ദൈവം കൊടുത്തിട്ടുണ്ട്. അധികാരം ആർക്കുണ്ട്? ആദാമിനുണ്ട്. സാത്താൻ ഇങ്ങനെ ചിന്തിച്ചു, എനിക്ക് കഴിവുണ്ട്, ആദാമിന് ഇൻഡിപെൻഡൻ്റായി സ്വതന്ത്രമായി കഴിവില്ല. എന്നാൽ ആദാമിന് എന്തുണ്ട്? അധികാരമുണ്ട്. ആദാമിൻ്റെ അധികാരവും എൻ്റെ കഴിവുകളും കൂടി ചേർന്നാൽ ഭൂമിയെ സ്വതന്ത്രമായി എനിക്ക് ഭരിക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ഭൂമി ദൈവം ആർക്ക് കൊടുത്തതാണ്? ഭൂമി ദൈവം ആർക്കാണ് കൊടുത്തത്? മനുഷ്യന് കൊടുത്തതാണ്. ആദാമിനും അവൻ്റെ സന്തതികൾക്കുമായി കൊടുത്തു. ഭൂമിയുടെ മേൽ അധികാരി ആരാണ്? മനുഷ്യനാണ്. അതുകൊണ്ട് ഭൂമിയിൽ കാര്യങ്ങൾ ചെയ്യേണ്ടത് ആരാണ്? മനുഷ്യനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, മനുഷ്യനെ ഉപയോഗിച്ചാണ് ദൈവം ഭൂമിയിൽ കാര്യം ചെയ്യുന്നത്, പിശാചും. അപ്പോൾ ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. ആദാമിനെ ആര് വീഴ്ത്തി? ഞാൻ ചുരുക്കുകയാണ്, സമയം കുറവുള്ളതുകൊണ്ട്. ആദാമിനെ ആര് വീഴ്ത്തി? പിശാച് വീഴ്ത്തി. ഇപ്പോൾ ആദാം ആരുടെ അടിമയായി? അടിമയുടെ അവകാശമെല്ലാം ആർക്കുള്ളതാണ്? യജമാനനുള്ളതാണ്. സാത്താൻ യജമാനനായി ദാസനായിരിക്കുന്ന ആദാമിൻ്റെ എല്ലാ അവകാശങ്ങളും അധികാരവും ആർക്ക് ലഭിച്ചു? പിശാചിന് കിട്ടി. പിശാച് അവൻ്റെ കഴിവുകൾ, അവനുണ്ടായിരുന്ന കഴിവുകൾ എടുത്തുപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ മനുഷ്യനെ പിശാച് അടിമയാക്കി അവൻ്റെ കഴിവുകളെ മനുഷ്യനിൽ നിക്ഷേപിച്ച് മനുഷ്യനെ സ്വാധീനിച്ച് സാത്താൻ്റെ പ്രവൃത്തികളെ ഭൂമിയിൽ ചെയ്യാൻ തുടങ്ങി. കായൻ ആദ്യം അത് ചെയ്തു. ദൈവം കായനോട് എന്താ പറയുന്നത്? പാപം നിൻ്റെ മേൽ കണ്ണു വെച്ചിരിക്കുന്നു. പാപത്തിന് കണ്ണുണ്ടോ? പാപത്തിന് കണ്ണുണ്ടോ? പാപം നിൻ്റെ മേൽ കണ്ണു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? പാപത്തിൻ്റെ ഉടമ, പാപത്തിൻ്റെ അധിപൻ, പാപം ചെയ്യിക്കുന്നവൻ നിൻ്റെ മേൽ. ആരാണ് പാപത്തിൻ്റെ ഉടമ? അപ്പം സാത്താൻ ആരുടെ മേൽ കണ്ണുവെച്ചു? കായൻ്റെ മേൽ. അവൻ ഹവ്വയുടെ മേൽ, ആദാമിൻ്റെ മേൽ കണ്ണുവെച്ചു. അവൻ കായൻ്റെ മേൽ കണ്ണുവെച്ചു. ആരുടെ എല്ലാം മേൽ അവൻ കണ്ണുവെച്ചോ, ആരെല്ലാം അവനെ അനുസരിച്ചുവോ, അവരെല്ലാം എന്തു ചെയ്യുന്നു? പിശാചിൻ്റെ പ്രവൃത്തികളെ ചെയ്യുന്നു. അപ്പോൾ അവൻ്റെ ഏറ്റവും വലിയ ആയുധം എന്താണ്? പിശാചിൻ്റെ ഏറ്റവും വലിയ ആയുധം എന്താണ്? ഒരേ ഒരു ആയുധമേ ഉള്ളൂ, ഒറ്റ ആയുധമേ ഉള്ളൂ. ഹവ്വയുടെ മുമ്പിൽ ഉപയോഗിച്ച അതേ ആയുധം തന്നെ, നുണ. ഹല്ലേലൂയ. നുണ. അപ്പം നുണയ്ക്ക് ബദൽ എന്താണ്? സത്യം. എന്താണ് സത്യം? രണ്ട് വാക്യങ്ങളാണ് ബൈബിളിൽ സത്യത്തെ പറയുന്നത്. ഒന്ന് യോഹന്നാൻ 17:17 യോഹന്നാൻ 14:6. ബൈബിളിൽ രണ്ട് വാക്യങ്ങളാണ് സത്യത്തെപ്പറ്റി പറയുന്നത്. ഒന്ന് യോഹന്നാൻ 14:6 പറയും, ഞാനാണ് വഴിയും സത്യവും ജീവനും. ഹല്ലേലൂയ. രണ്ടാമത് യോഹന്നാൻ സുവിശേഷം 17:17 പറയും, അവിടുത്തെ വചനമാണ് സത്യം. അപ്പോൾ പിശാചിനെതിരെ രണ്ട് ശക്തികളേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒറ്റ ശക്തിയേ ഉള്ളൂ. എന്ത്? സത്യം. ആ സത്യത്തിൻ്റെ ആൾരൂപമാണ് ക്രിസ്തു. ആ സത്യത്തിൻ്റെ സന്ദേശമാണ് സുവിശേഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിൻ്റെ മാംസരൂപമല്ലേ ക്രിസ്തു? വചനമാണ് സത്യം. ഇപ്പം എല്ലാ അർത്ഥത്തിലും പ്രിയപ്പെട്ട ദൈവജനം, വചനമായ സത്യവും എഴുതപ്പെട്ട വചനവുമാണ്. ഹല്ലേലൂയ. മാംസമായ വചനവും എഴുതപ്പെട്ട വചനവുമാണ് സത്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. സത്യത്തിന് സാക്ഷ്യം നൽകാൻ യോഹന്നാൻ വന്നു. ഹല്ലേലൂയ. ആർക്കാണ് യോഹന്നാൻ സാക്ഷ്യം നൽകാൻ വന്നത്? സത്യത്തിന്. ആരാണ് സത്യം? യേശുവിന് സത്യം. യേശുവാകുന്ന സത്യത്തിന് സാക്ഷ്യം നൽകുവാൻ
യോഹന്നാൻ വന്നു. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, നുണയെ കീഴടക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, യേശുവിനെ പറ്റിയുള്ള യേശുവിൻ്റെ സുവിശേഷം. അപ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, പിശാച് മനുഷ്യനെ ഭൂമിയുടെ മേൽ അധിപൻ. അതുകൊണ്ട് ഹല്ലേലൂയ എന്ത് സംഭവിച്ചു? അവനെ ഏറ്റവും മനോഹരമായ എല്ലാ മനുഷ്യർക്കും ദൈവത്തെ ആരാധിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതവൻ മനസ്സിലാക്കി. എല്ലാ മനുഷ്യർക്കും ദൈവഭയമുണ്ടെന്നും അവൻ മനസ്സിലാക്കി. അതിനെ എങ്ങനെ വഴിതിരിച്ചു? ദൈവത്തെ ആരാധിക്കണം എന്നുള്ള ദൈവ അന്വേഷണത്തെയും ആഗ്രഹത്തെയും അവൻ വഴിതെറ്റിച്ചു വിട്ടു. അതിനുവേണ്ടി അവൻ എന്തു ചെയ്തു? ദൈവമല്ലാത്തതിനെ ദൈവമാണെന്ന് പറഞ്ഞവൻ പഠിപ്പിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഓരോ സമൂഹത്തിലും ആരെല്ലാം ദൈവത്തെ അന്വേഷിച്ചുവോ അവരുടെ ബുദ്ധിയെ കെടുത്തിക്കളഞ്ഞ് ആ സമൂഹത്തിന് ചേർന്ന ബിംബങ്ങളെയും ആശയങ്ങളെയും അവൻ ദൈവങ്ങളാക്കി പ്രതിഷ്ഠിച്ചു. അതുകൊണ്ട് അതിൻ്റെ പുറന്തോട് പൊളിക്കാൻ ദൈവം എന്തു ചെയ്തു? നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം 2 വളരെ പ്രധാനപ്പെട്ട അടയാളങ്ങൾ ഭൂമിക്ക് കൊടുത്തു. ഒന്ന്, സ്ത്രീയുടെ സന്തതി. ലോക ചരിത്രത്തിൽ സ്ത്രീയുടെ സന്തതിയായി പുരുഷനില്ലാതെ സ്ത്രീയുടെ സന്തതിയായി ക്രിസ്തുയേശു അല്ലാതെ ആരും വന്നിട്ടില്ല, വരികയുമില്ല. ഹല്ലേലൂയ. 2, അവൻ ഇമ്മാനുവേൽ എന്ന പേര് പറഞ്ഞ് അതിനെ ഉറപ്പിച്ചു. അതുകൊണ്ട് ഈ സ്ത്രീയുടെ സന്തതി ആരാണ്? ഇമ്മാനുവേലാണ്. ഹല്ലേലൂയ. ഗൗരവമേറിയ 3ാമത്തെ അടയാളമായി ദൈവം എന്തു പറഞ്ഞു? ഹല്ലേലൂയ, മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പ്. ലോക ചരിത്രത്തിൽ സ്വന്തം കഴിവിനാൽ മരിച്ചവരിൽ നിന്നും ആരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഏതൊരു സത്യം അന്വേഷിക്കും സ്ത്രീയുടെ സന്തതിയെയും മനുഷ്യനും മതങ്ങളും ഭയക്കുന്ന മരണത്തെയും അതിജീവിച്ച ക്രിസ്തുവിനെ ഒഴിവാക്കി മുമ്പോട്ട് പോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് എന്തു ചെയ്തു? പിശാച് മനുഷ്യനുമായി ഹല്ലേലൂയ ഓരോ കാലഘട്ടത്തിലും ഉണ്ടാക്കിയ ഉടമ്പടി, ഏദൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യനുമായി ഉണ്ടാക്കിയ ഉടമ്പടി, പല കാലഘട്ടങ്ങളിലും അവൻ മതങ്ങളിലൂടെ മനുഷ്യനുമായി ഉണ്ടാക്കിയ ഉടമ്പടികളെല്ലാം ഇല്ലാതാക്കുവാൻ ആര് വന്നു? പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി ആര് വന്നു? യേശു വന്നു. ഹല്ലേലൂയ. പാപത്തിൻ്റെ ശമ്പളം എന്താണ്? മരണം ആരുടെ സംഭാവനയാണ്? പിശാചിൻ്റെ. അതുകൊണ്ട് ദൈവം യേശു എന്ത് ചെയ്തു? മരണത്തെ അങ്ങെടുത്തു. ഹെബ്രായ ലേഖനം 2:15 പറയുന്നത് പോലെ മരണത്തിൻ്റെ മേൽ ആധിപത്യമുണ്ടായിരുന്ന പിശാചിനെ തൻ്റെ മരണത്താൽ അവൻ നശിപ്പിച്ചു. യേശു എങ്ങനെയാണ് പിശാചിൻ്റെ മരണത്തിൻ്റെ മേലുണ്ടായിരുന്ന അധികാരത്തെ നശിപ്പിച്ചത്? എങ്ങനെയാണ്? യേശു തൻ്റെ മരണത്താലോ, ശ്രദ്ധിച്ചിരിക്കണേ, യേശു ക്രിസ്തു തൻ്റെ മരണം കൊണ്ട് ആർക്ക് മാത്രമേ മരിക്കാൻ പറ്റുള്ളൂ? പാപിക്കാൻ മരിക്കാൻ പറ്റുള്ളൂ. യേശു പാപിയാണോ? അല്ല. പിന്നെ യേശു എങ്ങനെയാണ് മരിക്കുന്നത്? യേശുവിൻ്റെ മരണത്തിന് അടയാളം എന്താണ്? ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപം അവൻ എടുത്തതുകൊണ്ട് 2 കൊറിന്ത്യസ് 5:21 പ്രകാരം അവൻ എന്തായി മാറി? പാപമായി മാറി. പാപത്തെ അവൻ എടുത്തു, പാപത്തെ അവൻ സഹിച്ചു. ഹി സഫേർഡ് ഡെത്ത്. പാപത്തെ അവൻ സഹിച്ചു. യേശുവിനെ സംബന്ധിച്ചിടത്തോളം പാപത്തെ അവൻ സഹിച്ചു. ആർക്ക് പകരമായി? എനിക്കും നിങ്ങൾക്കും ലോകത്തിനും പകരമായി യേശു പാപത്തെ സഹിച്ചിട്ട് എന്ത് ചെയ്തു? പാപത്തിൻ്റെ അധികാരിയോട് പറഞ്ഞു, ഇനി നിനക്ക് മരണത്തിൻ്റെ മേൽ അധികാരമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ യേശു എന്ത് ചെയ്തു? പാപത്തെ സഹിച്ചു. പാപത്തെ സഹിച്ചതിന് ശേഷം എന്ത് ചെയ്തു? ജീവൻ്റെ ഉറവിടം താനാണെന്ന് കാണിക്കാൻ അവൻ എന്ത് ചെയ്തു? നീതീകരണത്തിൻ്റെ പ്രഖ്യാപനവുമായി യേശു 3-ാം ദിവസം പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. പിന്നെ മരണമുണ്ടോ? ഇനി ഇല്ല. അവന് ഒരു വരവുണ്ട്. അവൻ്റെ ഒരു വരവുണ്ട്, പക്ഷെ അവന് മരണമില്ല. ഹല്ലേലൂയ. ജഡത്തിൽ മരിച്ചവരെ ഉയർപ്പിക്കാനും ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, തന്നിൽ പ്രത്യാശ അർപ്പിച്ച എല്ലാ വിശ്വാസികൾക്കും അപ്പോഴേ ആത്മാവിൽ ജീവൻ പകരാനും യേശു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു, നിത്യമായി വസിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ യേശു ഇപ്പോൾ എന്ത് ഉടമ്പടിയാണ് കൊണ്ടുവന്നത്? പുതിയ ഉടമ്പടി കൊണ്ടുവന്നു. ആ പുതിയ ഉടമ്പടിയിൽ എന്താ സംഭവിക്കുന്നത്? ഭൂമിയുടെ മേലുള്ള എല്ലാ അധികാരവും ആരേറ്റെടുത്തു? പിശാചിന് കണക്ക് തീർത്ത്
മരണത്തെ സഹിച്ച് പാപത്തെ ഏറ്റെടുത്ത് പാപത്തിൻ്റെ സകല വിനാശങ്ങളെയും ഏറ്റെടുത്ത് ദൈവത്തെ സമ്പൂർണ്ണമായും മനുഷ്യൻ്റെ പ്രതിനിധിയായി നിന്ന് അനുസരിച്ച്, ആദാം മനുഷ്യൻ്റെ പ്രതിനിധിയായി നിന്ന് അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് പിശാചിനെ അനുസരിച്ചതുപോലെ, അതിന് മറുവശം സകല മനുഷ്യരുടെയും പ്രതിനിധിയായി നിന്നുകൊണ്ട് ദൈവത്തെ അനുസരിച്ചും പിശാചിനോട് അനുസരണക്കേട് കാണിച്ചും പ്രലോഭനങ്ങളെ അതിജീവിച്ച് യേശു എന്ത് ചെയ്തു? ജീവനെ, ഭൂമിയുടെ അധികാരത്തെ തിരികെ പിടിച്ചു. ഇപ്പോൾ ആരാണ് ആത്മീയ മണ്ഡലത്തിൽ ഭൂമിയുടെ അധികാരി? യേശു. ജഡമണ്ഡലത്തിൽ ആരാണ് അധികാരി? പിശാച്. അതായത് ക്രിസ്തുവേശുവിനെ തൻ്റെ പ്രതിനിധി ആക്കാത്തവരെല്ലാം പിശാചിൻ്റെ ഭരണത്തിന് കീഴിലും, യേശു ക്രിസ്തുവിനെ എൻ്റെ പ്രതിനിധിയാക്കിയ എല്ലാവരും ആരുടെ അധികാരത്തിന് കീഴിൽ? യേശുവിന് അധികാരത്തിന് കീഴിലാണ്. അതുകൊണ്ട് ഈശോ പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ പോ. നീ ആരും ഇങ്ങോട്ട് വരണ്ട. പിന്നെ എന്ത് ചെയ്യണം? പോ. എന്നെ സ്വീകരിച്ചവരും ഞാൻ സ്വീകരിച്ചവരുമായ നിങ്ങൾ, പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി എന്നെ സ്വീകരിച്ച എൻ്റെ പ്രതിനിധികളായ അംബാസഡേഴ്സായ നിങ്ങൾ പോ. എന്തിന്? ഇതുപോലെ എന്നെ പ്രതിനിധികളായി സ്വീകരിക്കാതെ ഇപ്പോഴും പിശാചിൻ്റെ അടിമത്തത്തിലും വ്യാജ ആരാധനയിലും പാപത്തിൻ്റെ അടിയിലും കഴിയുന്നവരെ പോയി സുവിശേഷം പറഞ്ഞ് വിടുവിക്കുക. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയും, 2 കൊരിന്ത്യർ 4:4 പറയും, ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളുടെ ഹൃദയങ്ങളെ അന്ധമാക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ തേജസ്സേറിയ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർ കാണാതിരിക്കേണ്ടതിന്. സുവിശേഷത്തിൻ്റെ പ്രകാശം ലോകത്തിലെ ജനം കാണാതിരിക്കാൻ പിശാച് അവരുടെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നു. പോയി കണ്ണു തുറക്ക്. തേജസാർന്ന ക്രിസ്തുവിൻ്റെ കാൽവരിയാഗത്തിൻ്റെയും തിരുവുത്ഥാനത്തിൻ്റെയും അവൻ എനിക്കും നിങ്ങൾക്കും ലോകത്തിലെ സകല മനുഷ്യർക്കും വേണ്ടി പ്രതിനിധിയായി നിന്ന്, പകരക്കാരനായി നിന്ന് കാൽവരി നമുക്ക് വേണ്ടി മരിച്ചതിൻ്റെ സുവിശേഷം, ആ സുവിശേഷത്തിൻ്റെ വലിയ വാർത്ത, സദ്വാർത്ത, അവൻ്റെ പരിശുദ്ധ രക്തം കൊണ്ട് ഗേദനിൽ പിശാചു തീർത്ത മരണത്തെ തകർത്ത സുവിശേഷത്തിൻ്റെ വാർത്ത അധികാരത്തോടുകൂടി പോയി പ്രസംഗിക്കുക. പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരും, ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തരും, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. പിശാചിൻ്റെ തലയെ തകർത്ത എൻ്റെ കൂടെ നിൽക്ക്, ഞാൻ അവൻ്റെ തലയെ തകർക്കാൻ നിങ്ങളുടെ പാദങ്ങൾക്ക് ശക്തി തരും. റോമ 16:20. അതിനാൽ സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കഴിയും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ.